അതായത് ഉടമ്പടി ഒരു ബോധമാണ് ശരിക്കും ആദ്യമേ. അതുകൊണ്ടാണ് സഭാപ്രസംഗി 5:1 പറയുന്നത് എന്താണ്? ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ പറഞ്ഞ് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ നീ സൂക്ഷ്മതയുള്ളവനാവുക. അതൊരു ബോധമാണ്, കോൺഷ്യസ് ആണ്. ഇപ്പം പുതിയ ഉടമ്പടിക്കാരായാലും പുതുക്കിയ ഉടമ്പടിക്കാരായാലും എപ്പോഴും ഒരു കോൺഷ്യസ് ഫോം ചെയ്യണം. ഈ കോൺഷ്യസ് ഫോം ചെയ്യാൻ വേണ്ടിയാണ് ഉടമ്പടി കാശുരൂപം നെഞ്ചത്ത് കെട്ടി തന്നിരിക്കുന്നത്. പിടികിട്ടിയ ഇനി കുറേ നേർച്ച വസ്തുക്കളുണ്ട് ഇതിൻ്റെ അകത്ത്. ഈ നേർച്ച വസ്തുക്കളുടെ എല്ലാ ഉപയോഗവും ഇതിലെ ഒരു കാരണം നിങ്ങൾ ഉടമ്പടിയിലാണെന്നുള്ള കാര്യം നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തിയെടുക്കേണ്ടതാണ്. അത് വിശ്വാസ പ്രയോഗത്തിനുള്ളതാണ് എല്ലാം. ഈ സംഭവങ്ങളെല്ലാം വളരെ ചിട്ടയായിട്ടും അടുക്കായിട്ടും ഭംഗിയായിട്ടും ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടുന്നതിൻ്റെ കാര്യം അതാ. കാര്യം ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയും പക്കാ ഫോർമുലയാണെന്ന് പറയും. അതെന്താ? ഞാൻ അച്ഛനായിട്ട് 40 കൊല്ലമായല്ലോ. ഇത്രയും നാൾ പഠിക്കണ കാലത്ത് കൃത്യമായിട്ട് 10 കൊല്ലം കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇന്നും പഠനം ഞാൻ നിർത്തിയിട്ടില്ല. ഒരു കാലത്ത് ഞാൻ പഠനം നിർത്തിയിട്ടില്ല. എൻ്റെ മുറി മുഴുവൻ ബുക്കുകളാണ്. ലൈബ്രറി വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് ആയിരക്കണക്കിന് രൂപയുടെ പുസ്തകങ്ങൾ എല്ലാ കൊല്ലവും മേടിച്ച് കൂട്ടുകയും ചെയ്യും. പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോഴും പഠനങ്ങൾ വരുമ്പോഴും അതെല്ലാം ശ്രദ്ധിക്കുകയും അപ്ഡേഷൻ നടത്തുകയും ചെയ്യും. അതിങ്ങനെ മുഴുവൻ നിങ്ങൾക്കിങ്ങനെ കൊട്ടതങ്ങ പോലെ ഞാൻ എഴുതി പൂളി തരത്തില്ല. അതിനെ അസിമുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സത്യാവശങ്ങൾ പരിശോധിക്കും. അപ്പോൾ ഒരു നിരന്തര പഠനത്തിലാണ്. ഈ ഒരു തീക്ഷ്ണത നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഉടമ്പടിയിലൂടെ നിങ്ങൾ ജീവിക്കുകയും പഠിക്കുകയും ചെയ്യാൻ. നിങ്ങളെ പലരും എടുക്കുന്നത് ഡിസ്പോസിബിൾ ഉടമ്പടിയാണ് എടുക്കുന്നത്. ഡിസ്പോസിബിൾ ഉടമ്പടി, ഡിസ്പോസിബിൾ ഗ്ലാസ് ഇല്ലേ, ഇപ്പം നിരോധിച്ചിട്ടുണ്ട് ഗവൺമെൻറ് അല്ലേ. ഇപ്പം നിരോധിച്ച ഡിസ്പോസിബിൾ ഗ്ലാസ്, അത് കാപ്പി കുടിച്ചിട്ട് ഗ്ലാസ് എടുത്ത് എറിഞ്ഞ് ഡിസ്പോസ് ചെയ്ത് കളയും. അത് പല ആൾക്കാരും വഴിയിലാണ് കളയുന്നത്. ഇതുപോലെ തന്നെ ഡിസ്പോസിബിൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് കുറേ ആൾക്കാർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിങ്ങളുടെ IELTS മറ്റേ PR മാത്രം എടുത്തിട്ട് ഉടമ്പടി കളയും. ഡിസ്പോസിബിൾ ഉടമ്പടി പുതിയ അങ്ങനെ കുറേ അവതാരങ്ങളുണ്ട്. ഭയങ്കര മുതലുകളല്ല വന്നത്, ഉടമ്പടി വരുന്നതല്ലേ. എന്നുവെച്ചാൽ ഡിസ്പോസിബിൾ ഉടമ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായ അവിടെ ഇപ്പം പരീക്ഷ റിസൾട്ട് വരാൻ പോകുന്നു. റിസൾട്ട് വന്നു കഴിഞ്ഞു, ശരി, അവർക്ക് റാങ്ക് കിട്ടി, സ്വോത്രം യേശു നന്ദി, ബാക്കി ഉടമ്പടി കളയും. ആ റിസൾട്ട് മാത്രം എടുക്കും. ചായ കുടിച്ചൊരു ഗ്ലാസ് കളയും. അതാണ് ഡിസ്പോസിബിൾ ഉടമ്പടി എന്നും. ഇതിൻ്റെ വിഷയമെന്ന് പറയണത് ഉടമ്പടി ഡിസ്പോസ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? നിങ്ങൾ ഡിസ്പോസ് ചെയ്താലും കടമായിട്ട് നിൽക്കും. അത് കാര്യം എന്താണ്? ഉടമ്പടി ചെയ്യണത് മാറ്റമില്ലാത്ത ഒരാളുമായിട്ടാണ് ഉടമ്പടി ചെയ്യണത്. അപ്പനും അമ്മയാണെന്ന് പറഞ്ഞാലും മരിക്കുമ്പോൾ തീരും. ഇത് തീരത്തില്ല. അപ്പനും അമ്മയാണെന്ന് മരിക്കുമ്പോൾ തീരുമല്ല. മരിക്കുമ്പോൾ തീരും എന്നുള്ള കാര്യം നിങ്ങൾ പറയൂ, മരിക്കുമ്പോൾ തീരത്തില്ല അച്ഛാ. അപ്പം മരിച്ചതിൻ്റെ ഓർമ്മ ഇപ്പോഴും ഉണ്ടാവും. ശരി, പക്ഷേ ആത്മക്കാണ്ട ദിവസമൊന്നും ചെല്ലാം സെമിത്തേരി. ഒരു പൂച്ചക്കളിയും കാണത്തില്ല, പിറ വർദ്ധിക്കുക. ഒരു സ്വർഗസ്ഥനായ പിതാവ് എല്ലാം കാണത്തില്ല. അത് ഈ വെറുതെ ഈ അഭ്യാസം 30-നും കുഴിയാഴ്ചയ്ക്ക് 41-നൊക്കെ വെറുതെ മോങ്ങണാണേ. അതെനിക്കറിയാം. ഞാൻ അത് കാരണം അത് മൈൻഡ് ചെയ്യത്തില്ല. എത്ര കരഞ്ഞാലും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. എനിക്കറിയാം ഈ അഭ്യാസമൊക്കെ 6 മാസത്തേക്ക് ഉള്ളതെന്ന്. പിന്നെ അപ്പൻ്റെ മരിച്ചതിൻ്റെ ഡേറ്റ് പോലും മറന്നു പോകും. ഇപ്പം വിളിച്ചു വെച്ചാൽ അത് ഓരോരുത്തരും വിളിച്ചു, എൻ്റെ അപ്പൻ എന്നാ മരിച്ചു വെച്ചാൽ ഡേറ്റ് അത് ഏത് വർഷമാണ് മരിച്ച അറിയാൻ പോലെ. പക്ഷെ അങ്ങനെ ഒരു ഡിസ്പോസിബിൾ ആളുമായിട്ടോ അല്ല. അപ്പം വരെ ഇപ്പം ഡിസ്പോസിബിൾ ആണെന്ന് മനസ്സിലായില്ലേ, കളഞ്ഞു, ഓർമ്മ പോലും പോയി, മരിച്ചത് എന്നാന്ന് പോലും അറിയാൻ പറ്റില്ല. അങ്ങനെ ഒരാളുമായിട്ടല്ല നമ്മൾ ഉടമ്പടി എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് മാറ്റമില്ല എന്ന് ഈശോ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ആകാശവും ഭൂമിയും കടന്നു പോട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, സ്തുതി, സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകാശം മാറാനും ഭൂതലം മാറാനും ആദിമുതൽ മാറാനും നിവചനം മാറാനും
കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മത്തായി 24:35. ആകാശവും ഭൂമിയും കടന്നു പോകും. ആകാശവും ഏറ്റു പറഞ്ഞ് ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. അപ്പോൾ വചനങ്ങൾ കടന്നു പോകുകയില്ല എന്ന് പറയുമ്പോൾ കർത്താവ് അവൻ പറയണ പോലെ നമ്മൾ ചെയ്തോളാം എന്നാണ് പറഞ്ഞിരിക്കണേ. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്തവനുമായിട്ടാണ് നമ്മൾ ഉടമ്പടി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിഷയങ്ങൾ മാറിയാലും ഉടമ്പടി ജീവിതത്തിന് പിന്നെയും നിലനിൽപ്പും പ്രസക്തിയും ഉണ്ട്. ദൈവത്തോടാണ് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കണം എന്നുള്ളൊരു ബോധമാണ് ഈ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനാകണമെന്ന് പറയുമ്പോൾ ആ സൂക്ഷ്മത എന്ന് പറയണത് ഒരു ബോധമാണ്. എന്താണ് ബോധം? അതിൽ ഒന്നാമത്തെ ബോധം എന്താണ്? ഞാൻ ദൈവത്തോടാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്, അത് ഡിസ്പോസിബിൾ അല്ല.